ഹായ് ഗൈസ്, ഞാൻ ഈ പോണ്ട് ഈ അടുത്ത് റീവർക്ക് ചെയ്തതാണ്. ഒരു അപ്ഡേഷൻ നടത്തിയതാണ്. ഇതിലിപ്പോൾ കുറച്ച് കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളും കുറച്ച് വീഡിയോകളും അതേപോലെ മിക്സർ കപ്പി കുറച്ച് തൽക്കാലം ഇതിലാണ് കീപ്പ് ചെയ്യുന്നത്. ഞാൻ ഈ ടാങ്കിൻ്റെ ഒരു സെറ്റപ്പ് പോലെ ഇവിടെ സ്റ്റെപ്പ് പോലെ നിർമ്മിച്ചാണ് ഇതിൽ ഫുള്ള് പ്ലാന്റ് പോട്ടിലാക്കിയിട്ട് പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ വെക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താഴത്ത് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കാർപ്പ് പ്ലാന്റ് മൊത്തം നശിപ്പിക്കും. അപ്പോൾ ഈ മുകളിൽ പ്ലാന്റുകൾ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കാർപ്പ് അത്ര രീതിക്കൊന്നും കംപ്ലൈൻറ്റ് വരുത്തുന്നില്ല. ഇതിന് ഓവർഫ്ലോ ഇല്ലാണ്. ഒരു ഓവർഫ്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ട് റീവർക്ക് ചെയ്തത്. ഒരു വരി കല്ല് ചെറിയ രീതിക്ക് ഒരു ഫിൽട്രേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മോട്ടറിന് 2 ദിവസമായിട്ടൊരു കംപ്ലൈൻ്റാണ്. മോട്ടർ പുതിയത് വാങ്ങണം. ഞാൻ ആ ഫിൽട്രേഷൻ്റെ അത് പറഞ്ഞുതരാം. ഒരു PVC 4 ഇഞ്ചിൻ്റെ PVC വെച്ചിട്ടാണ് ഞാൻ ഫിൽട്രേഷൻ ചെയ്തിരുന്നത്. അതിൻ്റെ ഈ സെൻട്രൽ ഹോളിലൂടെ ഇന്ന് വരും, ഇത് ഔട്ടാണ്. അപ്പോൾ ഈ സെൻട്രലിലുള്ള പൈപ്പ് നേരെ താഴോട്ട് വന്നിട്ട് താഴേന്ന് ഫിൽറ്റർ മീഡിയ വഴി ഫിൽറ്റർ ചെയ്തിട്ട് ഔട്ട് വരുന്നത്. ഞാൻ ആദ്യം ഉപയോഗിച്ചതിൻ്റെ ഫിൽറ്ററാണ് ഇത്. ഞാൻ ആദ്യം ഈ പോണ്ടിലുണ്ടായതിൻ്റെ ഒരു അലിഗേറ്ററായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ വേസ്റ്റ് വന്ന സമയത്ത് ഫിഷ് ബോക്സുകൾ വെച്ചിട്ട് ഫിൽറ്റർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിൽ മീഡിയാസൊക്കെയാണ് ബോക്സിൽ വാരി വെച്ച്. കാർപ്പുകൾ ചെറിയ സൈസ് ആയതുകൊണ്ട് ഈ ചെറിയ ഫിൽട്രേഷൻ നല്ല എഫക്റ്റീവാണ്. ഏകദേശം ഒരു 4 മണിക്കൂർ ടു 5 മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ മോട്ടർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ചെറിയ രീതിക്ക് ആൽഗ ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ കൊടുക്കുന്നത് ഗ്രോവലിൻ്റെ 0.2 ഫീഡാണ്. ഇപ്പോൾ തൽക്കാലം നോർമൽ കാർപ്പുകളാണ്, ഇന്ത്യൻ ബ്രീഡ് കാർപ്പുകൾ തന്നെയാണ്. അപ്പോൾ ആ ഫീഡിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ ഗ്രോത്ത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഇവരെ ഇമ്പോർട്ടഡ് ടൈപ്പ് കാർപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡുകൾ വേണ്ടി വരും. ഇതിപ്പോൾ നോർമൽ കാർപ്പുകളായതുകൊണ്ട് നോർമൽ ഫുഡുകളാണ് ഇപ്പോൾ കൊടുക്കുന്നതൊക്കെ.